ബ്രഷ് ചെയ്തായിരുന്നു കേട്ടോ. ജോമൻ ഇവിടെ ബ്രഷ് ചെയ്യുന്നതേ ഉള്ളൂ. അങ്ങക്കുള്ള ട്രെയിൻ ഗൈസ് പൂനെ എന്തിയെന്നാണ് കാണിക്കുന്നത്. ഇനി എവിടെയെങ്കിലും നിർത്തിയിട്ടിരിക്കുകയായിരിക്കോ. ജോമൻ പാൻട്രിയിൽ പോയി അവിടെ അവർ അവിച്ച് വെച്ചിരുന്ന മുട്ടയൊക്കെ എടുത്തിട്ട് വന്നു. ഞങ്ങളെ ട്രെയിനിലെ റോള് റെഡി. ഇവിടുന്ന് ആരുമില്ല, കയറാനൊന്നും ആരുമില്ല. കണ്ടോ ബാക്കി കണ്ടോ, പുറകരിച്ചടക്കുവാണോ? എന്നാ നമുക്ക് സൺസെറ്റിങ് കാണാം. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളൊരു പുതിയ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിത് ഇപ്പോൾ പൂനെ റെയിൽവേ സ്റ്റേഷനിൽ ടെൻറ്റ് അടിച്ചിട്ട് കിടക്കുകയാണ്. നമ്മൾ ഇനി എങ്ങോട്ടാണ് പോകണമെന്നൊരു പിടുത്തമില്ല. പക്ഷെ ഞങ്ങൾക്ക് ബ്രഷ് ചെയ്തൊന്ന് റെഡി ആവണം, എന്നിട്ട് എങ്ങോട്ടെങ്കിലും പോകാനുള്ള പരിപാടിയാണ്. ഇവിടെ നിന്ന് ഹംപി പോയാലൊന്നും ആലോചിക്കുന്നുണ്ട്. ഗോവ പോകാൻ പ്ലാനുണ്ട്, പക്ഷേ പിടുത്തമില്ല. റെഡിയായിട്ട് വേണം ഞങ്ങൾക്ക് എങ്ങോട്ടാണ് ട്രെയിൻ, അങ്ങോട്ടേക്ക് പോകാനുള്ള പരിപാടിയാണ്. ഇവിടുന്ന് ഒരുപാട് ട്രെയിനുണ്ട്, ഏതിൽ കയറണമെന്ന് ആലോചിക്കുന്നത്. ടെൻറ്റ് ലൈഫാണ് ഗൈസ്. ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അത് നല്ല രസമുണ്ട് ഇതിനകത്ത് കിടന്ന് ഉറങ്ങാനായിട്ട്. പുറത്ത് നല്ല തണുപ്പുണ്ട്. രണ്ടുപേരെ തൊണ്ടയൊക്കെ പോയിരിക്കുവാണ്. ഞങ്ങൾ പോയി റെഡിയാവാൻ പോവാണ് ഗൈസ്. എന്നിട്ട് എന്താണ് പ്ലാനെന്ന് നിങ്ങളെ അറിയിക്കും. ഞാൻ ബ്രഷ് ചെയ്തായിരുന്നു കേട്ടോ. ജോമൻ ഇവിടെ ബ്രഷ് ചെയ്യുന്നതേ ഉള്ളൂ. ട്രെയിനൊക്കെ കണ്ട് ബ്രഷ് ചെയ്യുക. ഞങ്ങൾ ഫ്രഷ് ആയിട്ടുണ്ട് ഗൈസ്. ഇനി ഞങ്ങൾ സ്റ്റേഷനിൽ പുറത്തോട്ട് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇവിടെ അത്യാവശ്യം വെയിലൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി സാമ്പാറാണ് ഗൈസ്. ഇഡ്ഡലി സാമ്പാർ കഴിക്കട്ടെ. ഞങ്ങൾ കഴിച്ചിട്ടൊക്കെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി 11 മണിക്കാണ് ട്രെയിൻ. ഇപ്പം തന്നെ 10:30 11 മണിക്കുള്ള ഹുബ്ലി ട്രെയിനിലാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്. ആകെ എന്തോ ഒരു ക്ഷീണം. ജോമോനെ അതുപോലെ അല്ല, കുഴപ്പമില്ലെന്നാണ് പറയണേ. പക്ഷേ നമ്മൾ രണ്ടുകൊണ്ട് കണ്ണിങ്ങനെ ഇരിക്കുന്നത്. ഏത് പ്ലാറ്റ്ഫോമാ? ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഞാൻ കണ്ട മറ്റ് റെയിൽവേ സ്റ്റേഷനേക്കാളും. പുറത്തും സ്ക്രീനിൽ ട്രെയിനിൻ്റെ പേര്, പ്ലാറ്റ്ഫോം നമ്പർ എല്ലാം എഴുതി കാണിക്കും. അതുപോലെ തന്നെ ഇവിടെയും കാണിക്കും. ഇത് നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. ഇതേ സമയം ഇത് പുറത്തൊരു വലിയ സ്ക്രീനുണ്ട്. ഇതിനേക്കാളും കുറച്ചുകൂടെ വലിയ സ്ക്രീനുണ്ട്. അപ്പോൾ പുറത്ത് വെയിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ പ്ലാറ്റ്ഫോം നമ്പർ നോക്കിയ ശേഷം അകത്തോട്ട് കയറിയാൽ മതി. അങ്ങനെ ഒരു ഫെസിലിറ്റി ഉണ്ട് കേട്ടോ. അങ്ങക്കുള്ള ട്രെയിൻ ഗൈസ് പൂനെ എന്തിയെന്നാണ് കാണിക്കുന്നത്. ഇനി എവിടെയെങ്കിലും നിർത്തിയിട്ടിരിക്കുകയായിരിക്കോ. ഈ സമയമുണ്ട്, അരമണിക്കൂർ നേരത്തെയാണ് ട്രെയിൻ വന്നിട്ടുള്ളത്. സമയമുണ്ട്. അപ്പോൾ ഗൈസ് ട്രെയിൻ വരുന്നുണ്ട്. അയ്യോ, ഞാൻ വിചാരിച്ചു ജനറലിൽ ഭയങ്കര തിരക്കാരും ഒരു രക്ഷയില്ലാണ്. പക്ഷെ ആരുമില്ല ഗൈസ്, നമ്മുടെ ഭാഗ്യം. പക്ഷെ നമ്മൾ ജനറൽ സെക്ഷനിൽ തന്നെ ഇവിടെ നിന്നിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ കിടക്കേണ്ട സീറ്റ് കിട്ടുമായിരുന്നു ഗൈസ്. രണ്ടിടത്ത് അപ്പുറത്തും ഇപ്പുറത്തും മാറി മാറി കിടക്കേണ്ട സ്ഥലം കിട്ടുമായിരുന്നു. അപ്പുറത്ത് കിടക്കുന്ന അവിടെ സ്ഥലമുണ്ട്, പക്ഷേ ശരിയാവത്തില്ല. അവിടെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നു. ട്രെയിൻ രാത്രി 9:30 എത്തത്തുള്ളൂ. അപ്പോൾ അതുവരെ നമ്മളിത് ഇവിടെയാണ്, ട്രെയിനിലാണ്. വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. ശാന്തി സമാധാനം സ്ലീപ്പർ പോലെ തന്നെയാണ്. കിടക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ. നമുക്ക് അപ്പുറത്ത് വേറെ സീറ്റുകളുണ്ട്, പക്ഷേ ഈ സൈഡ് സീറ്റ് ഇരിക്കുമ്പോൾ ഒരു വൈബ് ഉണ്ടല്ലോ, അത് നൈസാണ്. ഞങ്ങളുടെ ഇവിടെ നിന്ന് സെറ്റിലായി, ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. ശരിക്കും ഒരു ജനറൽ യാത്രയിൽ ഒരു ഫീലും ഇല്ല. ശരിക്കും സ്ലീപ്പർ എന്നേ തോന്നുള്ളൂ. മുകളിലത്തെ കിടക്കാനും കൂടെ കിട്ടിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഞങ്ങൾ ചപ്പാത്തി ആണെങ്കിൽ രാവിലെ മേടിച്ചിട്ട് കയറി. കാരണം ട്രെയിനിൽ ഫുഡ് പോരാ, പിന്നെ അത് കഴിച്ച് പണി കിട്ടണ്ടെന്ന് വെച്ചിട്ട് മാളു സെൻസിറ്റീവാണ്. അപ്പോൾ അത് മാളൂന് പറ്റത്തില്ല. അപ്പോൾ എന്തായാലും ഫുഡ് കഴിക്കാം. എനിക്ക് റോൾ ഉണ്ടാക്കി തരാൻ പോവാ കേട്ടോ. ജോമൻ പാൻട്രിയിൽ പോയി അവിടെ അവർ അവിച്ച് വെച്ചിരുന്ന മുട്ടയൊക്കെ എടുത്തിട്ട് വന്നു. എടുത്തിട്ടല്ല ഗൈസ്, വാങ്ങിച്ചിട്ട് വന്നതാണ്. അടിച്ചു പറ്റിക്കൊണ്ട് അതല്ല. അപ്പോൾ മുട്ടയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മുട്ടയൊക്കെ വെച്ച് ഞങ്ങൾ അപ്പോൾ ഇന്ന് ഞങ്ങൾ ലേസ് മുട്ടയൊക്കെ വെച്ചിട്ട് റോളാക്കി കഴിക്കാൻ പോവാണ്. ഷെഫായിരുന്നോ? ആ, ഷെഫായിരുന്നു. എന്ത് വേണമെന്ന് പറഞ്ഞാൽ. എവിടുത്തെ ഷെഫായിരുന്നു? എൻ്റെ വീട്ടിൽ. ഞങ്ങളെ ട്രെയിനിലെ റോള് റെഡി.
നല്ല ടേസ്റ്റ് ആയിരിക്കും. കഴിക്കാം. മുട്ട വരുന്നില്ല, ലേസിന്റെ ടേസ്റ്റ് എടുത്തിരിക്കണേ. പിന്നെ ആ സോസിന്റെ ടേസ്റ്റും വരുന്നുണ്ട്. ചപ്പാത്തിയിൽ ലേസും സോസും ചേർത്ത് കഴിച്ചു നോക്കും. പിന്നെ പ്രോട്ടീന് വേണ്ടി ഒരു മുട്ടയും കൂടെ കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റാണ്. ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. നമ്മളിപ്പോൾ പൂനെയിൽ നിന്ന് എടുത്ത ശേഷം ഇതുവരെ ഒരു സ്റ്റേഷനിൽ നിർത്തിയില്ല കേട്ടോ. ഇതിൽ കുറച്ച് സ്റ്റേഷൻസ് മാത്രമേ ഉള്ളൂ, അതും ഫാസ്റ്റ് ട്രെയിനും കൂടെയാണ്. പിന്നെ നമ്മൾ ഇറങ്ങാൻ പോകുന്ന സ്റ്റേഷൻ ലാസ്റ്റ് സ്റ്റേഷൻ തന്നെയാണ്, രാത്രി എത്തുന്നു. അങ്ങനെ പൂനെ ജംഗ്ഷന് ശേഷം എത്തിയ സ്റ്റേഷനാണ് സംഗടി. ഇവിടുന്ന് ആരുമില്ല, കയറാനൊന്നും ആരുമില്ല. കണ്ടോ, ബാക്കിൽ കണ്ടോ, 1-2 ആൾക്കാരേ ഉള്ളൂ കയറാനായിട്ട്. ഇവിടെ ഇറങ്ങാൻ അത്യാവശ്യം ഇറങ്ങാൻ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അപ്പോൾ ഇവിടെ തിരക്ക് ഒട്ടും കാണത്തില്ല. ഇനി നമുക്ക് ജനലിൽ കിടന്നു പോയി. ഞാൻ ചാടിയൊക്കെ അങ്ങനെ മാള് തീ കയറി പറ്റി. ഇനി നോക്കണ്ട, ഇനി മാള് കിടന്ന് പറയിക്കോളും. സമാധാനം. ഹലോ, ഉറങ്ങുവാണോ? ഉറക്കടിച്ചടക്കുവാണോ? എന്നാ നമുക്ക് സൺസെറ്റിങ് കാണാം. ഞങ്ങൾക്ക് ഇറങ്ങാനുള്ളത് ഇതിൻ്റെ തൊട്ടടുത്ത സ്റ്റേഷനാണ്, ഹുബ്ബളി ജംഗ്ഷൻ. അപ്പോൾ ഇനി ഒരു 15 മിനിറ്റകത്ത് ഞങ്ങൾ ആ സ്റ്റേഷനെത്തും. റെയിൽവേ സ്റ്റേഷൻ എത്തി കേട്ടോ. ഇത് ഇറങ്ങുവാണ്. ഹബ്ബളി അല്ല, ഹുബ്ബളി. നമുക്ക് പുറത്ത് പോയി എന്തെങ്കിലും കഴിക്കാം അല്ലേ? ഇവിടുത്തെ ഒരു സിസ്റ്റം കൊള്ളാം കേട്ടോ. അണ്ടർഗ്രൗണ്ട് പാസേജ് ഉണ്ട്. ഇതുവഴി കയറിയിട്ട് നമുക്ക് പുറത്തോട്ട് നടക്കാം. നമുക്ക് ഈ സ്റ്റെപ്പ് വലിയ കയറി കഷ്ടപ്പെടണ്ട. കൊള്ളാം കേട്ടോ. പിന്നെ മറ്റേ വണ്ടിയുണ്ട്. അവർക്ക് ആർക്കെങ്കിലും പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഈ വണ്ടിയിൽ കയറ്റിയിട്ട് അങ്ങനെ കൊണ്ടുവന്നൊരു ഫെസിലിറ്റി ഇവിടെ ഉണ്ട്. ഇവിടെ തന്നെ അണ്ടർഗ്രൗണ്ട് പാസേജ് ഉണ്ട്, വീൽ ചെയർ ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ വലിയൊരു ഡിസ്പ്ലേ. ഇവിടെ നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ 1 എവിടെ കൂടെയാണ് പോവേണ്ടത്, എന്തൊക്കെയാണ് ഓരോ സ്ഥലങ്ങളിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. എല്ലാ റെയിൽവേ സ്റ്റേഷനിലും വരണം, പക്ഷെ അതുപോലെ സൂക്ഷിക്കാനും പറ്റണം നമുക്ക്. ഇത്രയാണ് ഈ റെയിൽവേ സ്റ്റേഷനിലുള്ളത്. ഇതിൽ നമുക്ക് പ്ലാറ്റ്ഫോം 1 ഇവിടെ, 2 ഇവിടെ, ഫുട് ബ്രിഡ്ജ് ഇവിടെ, കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് കിടന്ന് അലയണ്ട, വേറെ ആരുടെ ചോയ്സ് ബുദ്ധിമുട്ടണ്ട. കൊള്ളാം, നല്ല റെയിൽവേ സ്റ്റേഷൻ തന്നെയാണ് ഹുബ്ബളി. നല്ല അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. ശരിക്കും ഒരു ട്രെയിൻ കമ്പാർട്ട്മെൻറ്റിൻ്റെ അകത്ത് സീറ്റൊക്കെ സെറ്റ് ചെയ്ത്, ഇത് ഞാൻ കുറേ റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ട് ഇതേപോലെ. ഫുഡ് ഓർഡർ ചെയ്തു. ഞാൻ സൂപ്പും ജമൻ ജീര റൈസും ഓർഡർ ചെയ്തു കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് വന്ന് ഇന്നിവിടെ ടെൻ്റ് അടിച്ച് കിടക്കാനുള്ള പരിപാടിയാണ് ഗൈസ്. എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇതെന്റെ ചേച്ചി, ഇതെന്റെ ചേട്ടൻ. ഇതാണോ ചേട്ടൻ? ഇതാണോ ചേച്ചി? നല്ല ചേട്ടനും ചേച്ചിയാണല്ലോ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ കുറച്ച് നേരം ഇരിക്കുകയാണ്. എന്നിട്ട് ഞങ്ങൾ ജെൻഡടിച്ചിടന്ന് ഉറങ്ങാനുള്ള പരിപാടിയാണ് ഗൈസ്. രാവിലെ 6 മണിക്കാണ് അടുത്ത് ഇവിടുന്ന് ഹോസ്പിറ്റലിലോട്ട് ട്രെയിന്. 5 മണിക്ക് ഫസ്റ്റ് ട്രെയിൻ. അത് കിട്ടുവാണെങ്കിൽ അതിൽ പോകണം, അല്ലെങ്കിൽ 6 മണിക്ക്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഉറങ്ങാനുള്ള വഴി നോക്കട്ടെ ഗൈസ്. ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബൈ.